മാറി തുടങ്ങിയതോടെ കുട്ടികൾക്കിടയിൽ വോക്കിംഗ് ന്യൂമോണിയ വർദ്ധിക്കുന്നതായി റിപ്പോർട്ടുകൾ. പ്രധാനമായും ബാക്ടീരിയ, വൈറസ്, ഫംഗസ് മൂലമുണ്ടാകുന്ന ഒരു ശ്വാസകോശ അണുബാധയാണ് വോക്കിംഗ് ന്യൂമോണിയ. വോക്കിംഗ് ന്യൂമോണിയ സാധാരണ ന്യൂമോണിയ പോലെ തീവ്രമല്ല. അതുകൊണ്ട് തന്നെ ദൈനംദിന പ്രവർത്തനങ്ങളെ ഇത് വലിയ രീതിയിൽ ബാധിക്കണമെന്നുമില്ല. ജലദോഷം, അലർജി എന്നൊക്കെ തെറ്റിദ്ധരിക്കാനും സാധ്യത കൂടുതലാണ്. ഇത് പകരുന്ന രോഗമായതിനാൽ ജാഗ്രത പാലിക്കണമെന്നും ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. രോഗലക്ഷണങ്ങൾ പുറത്തു വരാൻ വൈകുമെന്നതാണ് ന്യൂമോണിയയിൽ നിന്ന് ഇതിനുള്ള വ്യത്യാസം. വോക്കിംഗ് ന്യൂമോണിയ ആർക്ക് വേണമെങ്കിലും വരാം. എന്നാൽ 2 വയസ്സിന് താഴെയുള്ള കുട്ടികളിലും 65 വയസ്സിന് മുകളിലുള്ളവരിലുമാണ് രോഗസാധ്യത കൂടുതൽ. കൂടാതെ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരിലും ആസ്മയുള്ളവരിലും പുകവലിക്കുന്നവരിലും വോക്കിംഗ് ന്യൂമോണിയ വരാം. തണുപ്പുള്ള കാലാവസ്ഥയും പൊടി നിറഞ്ഞ അന്തരീക്ഷവും രോഗവ്യാപനം വർദ്ധിപ്പിക്കും. തൊണ്ടവേദന, ക്ഷീണം, നെഞ്ചുവേദന, നേരിയ പനി, ചുമ, തുമ്മൽ, തലവേദന എന്നിവയാണ് വോക്കിംഗ് ന്യൂമോണിയയുടെ ലക്ഷണങ്ങൾ. ചുമ നീണ്ട കാലം നിലനിൽക്കുന്നുവെങ്കിൽ വൈദ്യസഹായം തന്നെ തേടണം. രോഗികൾ തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ രോഗാണുക്കൾ ശ്വാസകോശത്തിലൂടെ ഉള്ളിൽ പ്രവേശിക്കുകയും ചെയ്യും. ശുചിത്വം പാലിക്കുന്നതും മാസ്ക് ധരിക്കുന്നതും രോഗം ബാധിക്കുന്നത് തടയാൻ സഹായിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്.